ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് എന്താണ് പരിപാടി? ഇന്നൊരു ചെറിയ പാലട പായസം. വിഷു അല്ലേ? വിഷു സ്പെഷ്യൽ പാലട പായസം അല്ലേ? ഇന്നൊരു ചെറിയ ട്രിവാൻഡ്രം സ്റ്റൈലാണോ? അതെ. പറഞ്ഞോ. ഇന്നൊരു ചെറിയ പാലട പായസം നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയുണ്ട്. നമ്മള് പാലട പായസത്തിന്റെ കിറ്റാണ് വാങ്ങിയിട്ടുള്ളത്. കിറ്റ് പാലട പായസം. ഗൈസ്, അപ്പൊ നമ്മൾ പാല് വാങ്ങാൻ പോവുകയാണ്. നല്ല രീതിക്കുള്ള വെയിലുണ്ട്. അപ്പൊ ഞാൻ വീടെത്തിയിട്ട് ബാക്കി കാണിക്കാൻ പാല് വാങ്ങി. അപ്പൊ നമ്മള് പാല് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പാല് വാങ്ങി ഇനി അടുത്തെന്തിനാണ് ചെയ്യാൻ പോണ? ഇങ്ങോട്ട് നോക്ക്. എന്താണ് ചെയ്യാൻ പോണ? പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നമ്മൾ 300 ഗ്രാമിന്റെ പായസം മിക്സാണ്, പാലട പായസം മിക്സാണ് എടുത്തത്. 2 കവർ പാല്. ഗ്രാമിന്റെ ഒരു പാലട മിക്സ്, 2 കവർ പാല്. ഓക്കെ, ഒരു കവർ ഒഴിച്ച് ഇനി ഒരു കവറും കൂടി. ഇതെന്ത് ചെയ്യണം? ഇത് നന്നായിട്ട് തിളയ്ക്കണം. തിളക്കണം വരെ ഇങ്ങനെ നമ്മള് ക്ലോക്ക് വൈസ് ആയിട്ട് അല്ലേ? കിച്ചൺ ടൂറാണിത്. കിച്ചൺ ഇതൊരു എത്ര വർഷമാവും ഈ വീട് വെച്ചിട്ട്? 70 വർഷമാവും. അത്രയ്ക്ക് വേണോ? ഇത്ര ഒറിജിനൽ എത്ര വർഷമായി വെച്ചിട്ട്? അടുക്കള സെപ്പറേറ്റ് രണ്ടാമത് വെച്ച്, അടുക്കള മാത്രം. പിന്നെ പഴയതുപോലെ അല്ല കേട്ടോ, മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ടെയിലൊക്കെ ഇട്ട് അങ്ങനെ മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ വീടാണ്, എപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് അറിഞ്ഞോളാം. പാല് തിളയ്ക്ക് എത്ര ടൈം വേണം? 15 മിനിറ്റാ? ഒന്നും ആയില്ല. ഗ്യാസ് കയറുന്ന എന്തിരിക്കും? ഗ്യാസ് ഉണ്ടോ? വേറെ ഗ്യാസ് ഉണ്ടോ നമുക്ക്? തീർന്നു കഴിഞ്ഞാൽ വിറകടുപ്പിലാണ് ബാക്കി കുക്കി. തീർന്ന എന്ത് ചെയ്യും? തീർന്നു കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ പായസം ഇല്ല. അപ്പൊ നമ്മളെ പാല് തിളച്ചിട്ടുണ്ട് പാല്. അപ്പൊ ഇനി നമ്മൾ എന്തിനാണ് ചെയ്യാൻ പോണമ്മ? കേട്ടോ. ഇതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ കുറച്ച് മധുരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കില്ല ഇല്ലെങ്കിൽ? ഇതില് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇടണ്ടേ? പായസം മിക്സ് മാത്രം? പായസം മിക്സിൽ എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ പഞ്ചസാര വേണമെങ്കിൽ, മധുരം വേണമെങ്കിൽ കുറച്ച് കാരമൽ ചെയ്ത്, കുറച്ച് എന്താ ചെയ്ത് കാരമൽ ചെയ്ത് മനസ്സിലായില്ല പെട്ടെന്ന്. കുറച്ച് പഞ്ചസാര എടുത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞങ്ങളിപ്പോ അങ്ങനെ ചെയ്യുന്നില്ല, ലൈവായിട്ട് ഇടാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് മധുരം മതി ഞങ്ങൾക്ക്. ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ലൈവായിട്ടാണ് പഞ്ചസാര ഇടുന്നത്. കുറച്ച് മധുരം ഉണ്ടാവും. ഇതിൽ ഓൾറെഡി പഞ്ചാര ഉണ്ട്. ഇതിൽ ആവശ്യത്തിൽ അധികം ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചേ ഇട്ടോളൂ. ഇനി വേറെ എന്താണ് ചെയ്യേണ്ട? ഇതിൽ വേണമെങ്കിൽ ഒരല്പം ഉപ്പിടാം. വേണമെങ്കിൽ ഉപ്പിടാം. അതിപ്പോ വേണ്ട, നന്നായിട്ട് കുറുകി ഇനി വരട്ടെ. ഇനിയൊരു കുറച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇട്ട് വയ്ക്കും. പായസം കുടിക്കുമ്പം ഇതിൽ ഏറ്റവും ടേസ്റ്റുള്ള സ്ഥലം എവിടെയാണെന്നറിയാമോ? ഈ ഉരുള ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ സൈഡിലിരിക്കില്ലേ, ഇങ്ങനെ ഈ സൈഡിലിരിക്കുന്നതിനെ ഇങ്ങനെ കഴിക്കണം. എന്തൊരു ടേസ്റ്റ് എന്നറിയാമോ? അതാണ് ഏറ്റവും ടേസ്റ്റുള്ള സാധനം. പായസത്തിന്റെ ടേസ്റ്റ് അല്ലടാ,
ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ ദാണ്ട ഈ സൈഡിൽ കണ്ട 90s ആയതുകൊണ്ടാണ് ഇങ്ങനെ അതൊക്കെ ഇരിക്കുന്നത്. നമ്മൾ അതിന്റെ നെയ്യും എല്ലാം കൂടെ ഇങ്ങനെ പറ്റിയിരിക്കുന്നത്. അത് എടുത്ത് കഴിക്കാൻ ആഹാ ഭയങ്കര ടേസ്റ്റ്. പായസത്തിന്റെ നല്ല മണം പറഞ്ഞേട്ടാ. മണം വന്നു തുടങ്ങിയാട്ടാ പായസത്തിന്റെ. ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ഇട്ട പുതിയ പുതിയ സാധനങ്ങൾ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കില്ലേ? നല്ല ചിക്കൻ കറി വെച്ചത് അതിന്റെ ഇടയുണ്ടായിരുന്നു കേട്ടോ. റെഡിയായി കഴിഞ്ഞു. റെഡിയായി, പായസം റെഡിയായി. പായസം റെഡിയായി കഴിഞ്ഞു. ഇല്ലേ ആൾക്കാർ കമന്റ് ഇട്ട് അമ്മ ഉണ്ടാക്കൂലേ? നമുക്കിതിനെ ഇല്ലേ ഉണ്ടാക്കൂലേ? ഇതിനെ നമുക്ക് എത്ര കമന്റ് വേണം? കമനിട്ട് ഉണ്ടാക്കും. കമന്റ് ഇട്ട് എന്തൊക്കെ ഉണ്ടാക്കും? എന്താണ് വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും? എന്താന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ അറിയാവുന്നുള്ളതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കും, ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. പായസം റെഡിയായി. അപ്പൊ നമ്മളിനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം നമുക്ക്. വരുമ്പോ മാത്രം ഇറക്കണ പാത്രം ഇങ്ങനെ ഇന്ന് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞോണ്ട് ഉമ്മ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ പാത്രം ഇതിലോട്ട് മാറ്റാണ്. അങ്ങനെ നമ്മളെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയ ആളെ തന്നെ നമുക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കാം. ഉമ്മ തന്നെ പറയും ഇതിനെ കുറിച്ച്. ഉമ്മ ഉണ്ടാക്കിയത് എങ്ങനെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഉമ്മ തന്നെ പറയും. പറഞ്ഞോ ഉമ്മ. ഭയങ്കര ചൂട്, നോക്കട്ടെ. നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി. അങ്ങനെയല്ല, സത്യം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ഫിറോസിക്ക പറയും നിങ്ങൾ എല്ലാരും ഇത് പരീക്ഷിച്ച് നോക്കണം, കാരണം അടിപൊളിയായിട്ടുണ്ട്. ഒരു മിക്സ് പായസത്തിന്റെ മിക്സിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. 2 പേർ പാലും ഒരു പായസം മിക്സ് 2 പേർ പാൽ. പാലിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അടിപൊളി പാലട പായസമാണ്. ഇതിൽ കൂടെ ഒരു ബോളിയും കൂടെ വെച്ച് കഴിക്കാമെങ്കിൽ സൂപ്പറാണ്. ഒരു ബോളി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഇതും കൂടെ ഒഴിച്ച് കഴിക്കാമെങ്കിൽ അടിപൊളി. മറ്റേ വീഡിയോയില് ഫിറോസിക്ക പറയുമല്ലോ, മറ്റേ വില്ലേജ് കുക്കിംഗ് ചാനലില് പറയില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് ആ സംഭവം പറയണേ. ആ സംഭവം പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. അതിപ്പോ ട്രെൻഡിങ് ആണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നീ പറഞ്ഞാൽ മതി. ഞാൻ പറയും. നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് മതി. ഇങ്ങനെ കുടിക്കാൻ ഒരു സുഖമാണ്. മറ്റേ ഇതിട് ചൂടുണ്ട്, കൈ ചൂട് കൊള്ളാം. പക്ഷെ പായസം കൊള്ളാം. ഇച്ചിരി മധുരം കൂടിപ്പോയി. വേറെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വാങ്ങിയാണെങ്കിലേ രണ്ടാമത് പഞ്ചസാര ഇടണ്ട. പഞ്ചസാര ഇടണ്ട. പഞ്ചസാര ഇട്ട വലിയ മണ്ടത്തിലായിപ്പോയി. പഞ്ചസാര. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പാലട പായസം ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ ഇനിയും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുകളായി നമ്മൾ വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഇനി ഉമ്മ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇനിയും വീഡിയോ ചെയ്യണം. ഉമ്മ ഒരു ഇതില്ലാതെയാണ് നിക്കണത്. ഇപ്പൊ ഒരു നാണം, ഉമ്മക്കൊരു നാണം. ഇങ്ങനെയൊന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോ ഉമ്മക്കൊരു മടി. ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് പറയും എന്നൊക്കെ ഉള്ള ഒരു മടി. അങ്ങനെയൊന്നുമില്ല. അപ്പോഴേ ഇനി ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കാരണം ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണേക്കാളും നമ്മളിതുപോലെ ഒരു പായസം മിക്സ് മതി നമുക്ക്. ഒരു 5 ഗ്ലാസ്സിന് വരും. നമ്മുടെ വീട്ടിൽ 2 പേരുള്ളൂ. അപ്പൊ നമുക്കിത് ഭയങ്കര ധാരാളമാണ്. 5 ഗ്ലാസ്സിന് വരും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഫാമിലി കണ്ടന്റാണ് ചെയ്യണത്. നമ്മൾ ഫാമിലി പരമായിട്ടുള്ള ഞാനും ഉമ്മയും ഇപ്പം നമ്മൾ 2 പേര് മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ നമ്മൾ 2 പേര് മാത്രമായിട്ടുള്ള വീഡിയോസാണ് ചെയ്യണം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ നമ്മൾ അടുത്ത വീഡിയോ ഇടും. ഈ വീഡിയോയുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾ അടുത്ത വീണ്ടും വീഡിയോ ഇടും. ഇല്ലേ? ഇടും. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.